സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാവ്യവൽക്കരണ നീക്കം നടക്കുന്നു, പക്ഷേ അതിൽ സർക്കാർ നിസ്സംഗ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഉയർന്ന വിമർശനം. അതിന് പറയുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, MG സർവകലാശാലയിൽ താൽക്കാലിക VC നിയമനം, അതിൽ സർക്കാർ കൃത്യമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു പട്ടിക പോലും നൽകിയിരുന്നില്ല എന്നുള്ളത് ഉയരുന്ന ഒരു ആക്ഷേപം. മറ്റൊന്ന്, ഗവർണറുടെ നടപടികളെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച B. അശോകനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. ഞാനിത് പറഞ്ഞല്ലോ, ഈ ഗവർണർ ഇതുപോലെ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ വന്നതിന് ശേഷമാണോ? അല്ലല്ല, ഞാൻ എന്ത് ഇത്ര അസ്വസ്ഥത? ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ തുടങ്ങിയുള്ളൂ മറുപടി. അങ്ങ് പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു, ഇല്ലേ? മുഴുവൻ കേട്ടോണ്ടിരുന്നു. നാലാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിലും ഞാൻ കേട്ടോണ്ടിരുന്നു മുഴുവൻ. അപ്പം ഞാൻ പറയാൻ അനുവദിക്കണ്ടേ? അപ്പോൾ അത് യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കാൻ തുടങ്ങിയത് നിയമിക്കാൻ തുടങ്ങിയതാ? സിൻഡിക്കേറ്റിൽ എത്ര നിയമനങ്ങൾ നടത്തി? കേരളത്തിലെ എല്ലാ സിൻഡിക്കേറ്റുകളിലും എത്ര വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളുണ്ടായി? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ, ഇത് ഞങ്ങളിപ്പോൾ പുതിയതായി ഉണ്ടാക്കിയിരിക്കുന്ന, ഞങ്ങൾ വരുന്നതിന് മുമ്പ് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പോയതാണ്. പാനൽ ആരാ കൊടുക്കേണ്ടിയിരുന്നത്? കഴിഞ്ഞ സർക്കാരാണ് കൊടുക്കേണ്ടിയിരുന്നത്, പാനൽ കൊടുക്കേണ്ടിയിരുന്നത്, അല്ലേ? അവർ നിയമിച്ചു. അപ്പം ഞങ്ങളത് പരിശോധിക്കും. ഇത് പുതിയ കാര്യം. ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ഗവർണർ കാവ്യവൽക്കരണമായിട്ട് ഇറങ്ങിയെന്നുള്ളതല്ലല്ലോ. LDF ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ വിഷയം ഉണ്ടായല്ലോ, എല്ലാ വിഷയവും. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുണ്ടായ സംഭവമല്ലേ? സർക്കാർ അത് പരിശോധിച്ച് ഞങ്ങളെ കൊണ്ട് നിയമപരമായി എടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. Last week you had a meeting with the Waqf board members, including the lawyers had come and met you. Very detailed meeting has happened. We would like to know what is the decision that the Chief Minister is going to be taking with regard to the Munabbam issue, because those people over there are still continuing this. It's over 600 days now. അല്ല, ഞങ്ങളത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം വന്ന ഈ പോർട്ടലിൽ ഇത് ചേർത്തതോടുകൂടി വഖഫ് ഭൂമിയാണെന്ന് അവസാനത്തെ വഖഫ് ബോർഡ് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഗവൺമെൻറ് വരുന്നതിൻ്റെ ഇടയിൽ ഒരു തീരുമാനം എടുത്തല്ലോ, ഒരു ഡിസിഷൻ എടുത്തല്ലോ. അല്ല, നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുമായിട്ട് സമരസമിതിയുടെ ആളുകളുമായിട്ട് സംസാരിച്ചു. എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം വാർത്തകൾ വരികയാണ്. ഓരോരുത്തരും ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കുക. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ തീരുമാനം എടുക്കും. ഞങ്ങൾ എടുക്കാത്ത തീരുമാനത്തിന് വാർത്ത വരികയാണ്. അതിൽ ലേബർ കോഡിൻ്റെ വിഷയമുണ്ട്, 2 PMCയിലെ വിഷയമുണ്ട്, 3 PMAYയിലെ വിഷയമുണ്ട്. ഞങ്ങൾ ആ തീരുമാനം എടുക്കും. ഞങ്ങൾ അന്ന് എതിർത്തത് എന്താ? PMC ഒരു കാരണവശാലും അതിൽ പങ്കുചേരില്ല എന്ന് നിരന്തരം പ്രഖ്യാപിച്ചൊരു ഗവൺമെൻറ് മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ പോയി എഗ്രിമെൻ്റ് വെച്ചില്ലേ? എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇത് ഒപ്പുവെച്ചത്. ബാക്കി CPI മന്ത്രിമാർ ആവേശത്തോടെ പറയുകയാണ് ഇതിൽ ഒപ്പുവെക്കരുത്. അപ്പോൾ ഒപ്പുവെച്ചിട്ട് വന്ന മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടി കൊടുത്തില്ല മന്ത്രിസഭയിൽ. മറ്റവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മന്ത്രിസഭാ അംഗങ്ങളെ പോലും അറിയാതെ, മന്ത്രിസഭയുടെ പെർമിഷൻ പോലും എടുക്കാതെയാണ് വെച്ചത്. അത്രയും നാൾ PMCയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ് വൺ ഫൈൻ മോർണിംഗ് പോയി ഒപ്പുവെച്ചപ്പോൾ, മന്ത്രിസഭയെ പോലും വിശ്വാസം എടുക്കാതെ ഒപ്പുവെച്ചപ്പോഴാണ് ഞങ്ങളതിനെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ അവർ ഒപ്പുവെച്ചൊരു ഗവൺമെൻറ് കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കണം. അതിൻ്റെ അകത്ത് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് ഒരു സ്റ്റേറ്റിന്, അല്ലേ? വ്യക്തികളല്ലല്ലോ പോയി ഒപ്പുവെച്ചത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഒപ്പുവെച്ചത്. ഗവൺമെൻറ് ഓഫ് കേരളയാണ് ഒപ്പുവെച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള, ഞങ്ങൾ ഭരണതലത്തിൽ ആളുകൾ മാറിയെന്നല്ലാതെ ഗവൺമെൻറ് ഓഫ് കേരള തന്നെയാണ് ഞങ്ങളുടെ പൊസിഷൻ. അപ്പോൾ ഇതിനകത്ത് ലീഗൽ പൊസിഷൻ എന്താണ്, അതിലെങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ?